തൂറി തോപ്പിക്കുന്നെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. പൊന്നു മക്കളെ, ഇനി ഇതിൽ കൂടുതലൊന്നും ഇനി ഇവിടെ ചെയ്യാനില്ല. അവിടെ ചൊറിയണം പറിച്ച് അടിക്കേണ്ടി വന്നു. അണ്ട നിന്നെ തുപ്പും, നിന്നെ തൂ എറിയും എന്നുള്ള നാഗച്ചേച്ചിയുടെ ഫേമസ് ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെയുള്ള ഒരു സംഭവം നടന്നിരിക്കുകയാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര വെണ്ടാറ്റ്. രണ്ട് വീട്ടുകാർ തമ്മിൽ തർക്കമുണ്ടായാൽ ഒന്നുകിൽ അവിടെ അടിയോ പിടിയോ വെട്ടോ കുത്തോ എന്തെങ്കിലും ഒന്ന് നടക്കും. ഇവിടെ രണ്ട് വീട്ടുകാർ തമ്മിൽ തർക്കമുണ്ടായപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീ മനുഷ്യ വിസർജം കവറിൽ കെട്ടിക്കൊണ്ടുവന്ന് വീടിന് നേരെ എറിഞ്ഞിരിക്കുകയാണ്. ഈ തൂറി തോപ്പിക്കുന്നെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. പൊന്നു മക്കളെ, ഇനി ഇതിൽ കൂടുതലൊന്നും ഇനി ഇവിടെ ചെയ്യാനില്ല. പാട കാരണം ഇവിടെ ഇരിക്കണ്ട. ഇത്തിയല് വാരി എറിയൊക്കെ പാട കാരണം ഇവിടെ ഇരിക്കണ്ട. ഇടിയോ കുത്തോ വെട്ടോ ആണെന്നുണ്ടെങ്കിൽ അത് അന്നേരം അങ്ങനെ അങ്ങ് തീരുമല്ലോ. തൂറി തോപ്പിക്കുവെന്നു പറഞ്ഞാൽ തൂറി കൊണ്ടുവന്ന് നമ്മുടെ മുറ്റത്തെ നേരം വെളുക്കുമ്പോ എറിയോ എന്ന് പറഞ്ഞാൽ പിന്നെന്തുവാ? അത് ഒരു സ്ത്രീ പൂജാമുറിയുടെ ഫ്രണ്ടില് അവിടെ കൊണ്ടുവന്നാ എറിഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എറിഞ്ഞോ, കൈ കൊണ്ട് എറിഞ്ഞോ, കവറിനകത്ത് വാരി, എങ്ങനെയായാലും ഒരു മനുഷ്യന് ഇത് ചെയ്യുമ്പോ ഒരു വീട്ടിന്റെ പൂജാമുറിയുടെ അവിടെ നിന്ന് അവർക്കെല്ലാം അറിയാവുന്നതാ ഇവിടെ. അതും ഒരു സ്ത്രീ എറിഞ്ഞിട്ട് ഓടിപ്പോയി. ഞാൻ കണ്ടതാ അത്. ഞാൻ ആ ജനലിൽ അവളാ ഞാൻ കിടക്കുന്നത്, ആ മുറിയില. നിൽക്കാൻ വയ്യാത്ത വാടകയാ വീട്ടുമുറ്റത്ത്. ഒരു സ്ത്രീ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ പിന്നെ പുരുഷന്മാരെന്തോ കാണിക്കും? ഈ ലോകത്തുള്ള സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം ഇന്ന് നമ്മൾ ഒരു TV നോക്കിയാലേ, ഒരു ചാനലിൽ നോക്കിയാൽ എല്ലാം സ്ത്രീകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് വലിയ ഇതായിട്ട് കാണുന്നത്. ആ കണക്കിന് നോക്കുമ്പോൾ പുരുഷന്മാരില്ലെന്ന് ഒന്നുമില്ല, ഒന്നുമല്ല ഈ സ്ത്രീകൾ കാണിക്കുന്ന പരാക്രമങ്ങളെ കുറിച്ച് കാണുമ്പോൾ. ഇവക്ക് ഒരു സ്ത്രീ വിചാരിച്ച് ആ സ്ത്രീയെ അവരുടെ വീട്ടിലെ രണ്ടാണുങ്ങൾ വിചാരിച്ചിട്ട് നിയന്ത്രിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ നിയന്ത്രിക്കാനാണ് അവര് പറയുന്നേ. ആ ഭർത്താവ് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പം പറയുന്നു, ഞാനെന്തോ ചെയ്യാനാ ചേച്ചി, അവള് പറഞ്ഞാ കേക്കത്തില്ല, നിങ്ങൾ അവളെ ഇരിക്കുകയോ ചെയ്തോളാം. ഇതാണോ ഒരു വീട്ടിലുള്ള ആണുങ്ങൾ പറയേണ്ടുന്നേ? കിണറ്റിലും വീണമെന്ന് ഞങ്ങൾക്ക് സംശയത്തിലായി. ഈ വെള്ളം ഞങ്ങൾ ഇനി എങ്ങനെ ഉപയോഗിക്കും എന്നാ ഞങ്ങൾക്ക് അറിയേണ്ടത്. എല്ലാം ഉറങ്ങിക്കിടക്കില്ല. അപ്പോഴൊരു വിറകൊടിയുന്നോണമുള്ള ഒരു കമ്പ് അടിക്കുന്ന സൗണ്ട് കേട്ടോണ്ടാണ് ഇവരെളുപ്പം എണീറ്റ് ജനല് തുറക്കുന്നത്. ജനല് തുറക്കുമ്പോ എവൾ ഓടുക. അങ്ങനെ ഇറങ്ങി മുറ്റത്തിറങ്ങി ഇങ്ങനെ ഇരുട്ടല്ലയോ, മുറ്റത്തിറങ്ങി ഇങ്ങനെ നോക്കുമ്പോ വാട വരുന്ന കണ്ടോണ്ട് നോക്കുമ്പോ പിടിപ്പിച്ചേക്കുക, തൂറി തോപ്പിക്കുക. അതിന് നമ്മളെന്തോ ചെയ്യുന്നേ? കണ്ട് നമ്മൾ സഹിയിട്ടിരിക്കുക. ഇതിനകത്ത് വല്ലതും കൊണ്ട് കലക്കിയാൽ നമ്മളെന്തോ അറിയാൻ പറ്റും? ഇത് ചെയ്തവരൊന്നും ചെയ്യത്തില്ലെന്ന് പറയാൻ പറ്റുമോ? SIയെ വിളിക്കുന്നത് കേട്ട ഇന്നലെ ചോദിക്കുന്നു, നീ CIയുടെ അടുത്ത് പോയി കേസ് കൊടുത്തിട്ട് എന്തോ ആയടി, എന്തോ ചെയ്ത്? അവളെ ഇവിടെ വന്നു നിന്ന് മുണ്ടുമൊക്കെ കാണിച്ച് ഇവിടുന്ന് ഒരു ചൊറിയണം പറിച്ച് അവളെ അടിച്ചാ വിട്ടത്. അടപുറത്ത് അവിടെ അടിക്കേണ്ടി വന്ന അവളെ മുണ്ടുമൊക്കെ ഇവിടെ നിൽക്കുവന്നെന്ന് അവിടെ ചൊറിയണം പറിച്ച് അടിക്കേണ്ടി വന്നു. എന്തെന്നേ ഞങ്ങൾ എന്തോ ചെയ്യണം? ഇന്ന് നേരം എടുത്തവൻ തൂത്തിയിലെറിഞ്ഞു വെച്ചു. അവളെ എന്ത് ചെയ്യണം? അത് നിയമം ഏത് വഴിക്ക് കൊണ്ടുപോകുമെന്ന് ഞങ്ങൾക്ക് അറിയണം. അവക്ക് ഇത് ആടിന് വെള്ളം കൊടുത്ത് തീറ്റയും കിട്ടിട്ട് അവള് പോകണം. അതുകൊണ്ട് വെളുപ്പിലെ ഒരു 5 മണിയാകുമ്പോൾ എണ്ണീക്കും. 5 മണിക്ക് എണ്ണിച്ച് ആടിന് കാടി കൊടുക്കാനുള്ള കാടിയൊക്കെ റെഡിയാക്കി കൊണ്ടിരുന്നപ്പോഴും അവിടുത്തെ സൗണ്ട് കേട്ടു. അങ്ങനെ പെട്ടെന്ന് ഒന്ന് ജനൽ തുറന്ന് നോക്കിയപ്പോ അവർ എറിഞ്ഞിട്ട് ഇങ്ങോട്ട് ഓടുന്നുണ്ട്. ഭിത്തി മൊത്തമായിരുന്നല്ലേ? ഭിത്തി മൊത്തം ഉണ്ട്. അങ്ങ് ആ ഭാഗത്തോട്ട് പോകാൻ പറ്റുന്നില്ല. ആടെ വലിയ അങ്ങോട്ടും പോകാനൊക്കെ ഞാൻ ഇതുവരെ ഒരു കഴിച്ചതുമില്ല, ഗുളികയും കഴിച്ചില്ല. എനിക്ക് മനുഷ്യൻ ചെയ്യുന്ന പണിയാണോ? ഒരാളെ ഒരു അടി അടിക്കുകയോ ഒരു ചീത്ത വിളിക്കുകയോ അതൊക്കെ ഇതുണ്ട്. ഇതിങ്ങനെ ഏതെങ്കിലും മനുഷ്യൻ ചെയ്യും. അങ്ങനെ ഒന്നിനും പോകുന്നില്ല. നമുക്ക് അതിനും പോകാനുള്ള അത് വയ്യ. അതിനും പിന്നെ പെണ്ണുങ്ങളോടൊക്കെ എന്ത് പറയുന്നത്? പെണ്ണുങ്ങളോടൊക്കെ നമ്മൾ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ കേസ് വേറെ ആവത്തില്ല. അല്ല, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ലായിരുന്നു? 3-4 പ്രാവശ്യം കൊടുത്തു. ഇന്നും കൊടുത്തു. ഇന്നും കൊടുത്ത് SI അവരെയൊക്കെ വിളിച്ച്, ചെറുക്കനെയും തന്റെയൊക്കെ വിളിച്ച് ഓണത്തിന് മുമ്പേ. അന്നേരം ഒരാഴ്ച മിണ്ടായിരിക്കും. പിന്നെ രാവിലെ അങ്ങ് തുടങ്ങും. രാവിലെ പിന്നെ ഉള്ളപ്പോഴല്ല. ഇന്നലെ വൈകിട്ടും ചീത്ത വിളിയായിരുന്നു. ഇന്നലെ വൈകിട്ട് വിളിച്ചതാ ഞാൻ കേൾപ്പിച്ചത്. അത് നിങ്ങളോട് ഇങ്ങനെ ഒരു വിരോധം വരാനുള്ള കാരണം എന്തുവാ? പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നമ്മൾ ഇവിടെ വന്ന് കല്ല് വെട്ടി അവരുടെ അയ്യത്ത് വെച്ചായിരുന്നു. അതൊന്നും അന്ന് ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. കല്ല് വെട്ടി വെച്ച് ഇഞ്ചടിക്ക് കെട്ടുകയും ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുകയും ചെയ്ത്. പിന്നെ അത് പറഞ്ഞ് കൂടെ ആകും. പിന്നെ തൊഴിലുറപ്പുകാർ മേളിൽ ഇച്ചിരി തിരില് കെട്ടാറുണ്ട്. അത് തൊഴിലുറപ്പുകാർ കോരി അവരുടെ എല്ലാം എടുത്തുകൊണ്ട് പോവുക മറിച്ചുകൊണ്ട്. ഇത് 15 സെന്റേ ഉള്ളൂ. 15 സെന്റ് ഞാൻ 2 സെന്റ് മേടിച്ചത്. അങ്ങനെ എന്നാൽ അളന്ന് നോക്കിയപ്പോൾ തന്നെ 15 സെന്റേ ഉള്ളൂ. അവരെ ഒന്നും എടുത്തിട്ടില്ല. അവർക്കൊക്കെ കാണും കൂടുതലുള്ളത്. നമ്മളെന്നിട്ട് നമ്മളൊന്നും പോയിട്ടില്ല. അവിടെ തിരുളിലെ തൊഴിലുറപ്പുകാർ വന്ന് കോരിയിട്ട് പോകുമ്പോൾ അവർ കിടന്ന് ചീത്ത വിളിയാ. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, തിരുളി വരാക്കത്തില്ല. ആ ഓണമായിട്ട് ആ തിരുളിലെ പോച്ച പോലും ഞങ്ങൾ പറിച്ചില്ല. എന്നുവെച്ചാൽ ഇവള് കത്താളം ഒക്കെ ആയിട്ട് നിൽക്കുക. വെള്ളം ഇതിലെ അങ്ങോട്ട് നടന്നു പോകുമ്പോഴേ വല്ല കല്ലെടുത്ത് എറിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ അതുകൊണ്ട് പേടിച്ച ആടിന് മേളിൽ ആട്ടും കൂടെ ഉണ്ട് എനിക്ക്. കഴിഞ്ഞ കൊല്ലം അങ്ങേ കൊല്ലം ഭയങ്കര മഴയത്ത് ഒത്തിരി ആഞ്ഞിലി മൂട്ടി തീയിട്ടിട്ട് കൂടിന്റെ പുറത്തോട്ട് ചാഞ്ഞു നിന്നു. അങ്ങനെ മുറിക്കാൻ പറഞ്ഞപ്പോൾ അവർ മുറിച്ചില്ല. പിന്നെ അങ്ങനെ പുത്തൂർ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്ത് അവിടുന്ന് പോലീസുകാർ വന്ന് അങ്ങനെ മുറിച്ച് മാറ്റി. സ്ത്രീ ആയതുകൊണ്ട് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.